Hi friends, ഈ വീഡിയോയിൽ നമ്മൾ Arithmetic Progression എന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ബോർഡ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ തന്നെ മുമ്പത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, in an AP if the common difference d is equal to -4 and the seventh term a7 is 4, then find the first term. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കോമൺ ഡിഫറൻസ് d തന്നിട്ടുണ്ട്. അപ്പോൾ d equal to -4 ആണ്. അതുപോലെ സെവൻത് ടേം a7 തന്നിട്ടുണ്ട്. a7 equal to 4 ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് a എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് a7 equal to 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് a plus 7 minus 1 into d equal to 4. അപ്പോൾ നമ്മൾ എയും ഡിയും ഇവിടെ നമ്മൾ ഡിയുടെ വാല്യൂ പുട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഇംപ്ലൈസ് എ പ്ലസ് 7 മൈനസ് 1 എന്ന് പറയുന്നത് 6 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇത് ഇംപ്ലൈസ് എ 6 ഇൻറ്റു -4 -24 ഈക്വൽ ടു 4. ഇംപ്ലൈസ് എ ഈക്വൽ ടു 4 പ്ലസ് 24, ദാറ്റ് ഈസ് ഈക്വൽ ടു 28. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എ കിട്ടിയിട്ടുണ്ട്. എ 28 ആണ് എയുടെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ -140 ഇസ് എ ടേം ഓഫ് ദി AP 11, 8, 5, 2 എക്സെട്ര. ഇവിടെ നമുക്ക് ഈ -140 ഈ APയിലെ ഒരു ടേം ആണോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനായി നമ്മളത് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ -140 എന്ന് പറയുന്നത് ഈ APയിലെ ഒരു nth ടേം ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു -140. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് 11 ആണ്. അതുപോലെ ഡി എന്ന് പറയുന്നത് 8 മൈനസ് 11 ഈക്വൽ ടു -3 ആണ്. അപ്പോൾ നമുക്ക് ഈ എയും ഡിയും നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 11 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈസ് -3 ഈക്വൽ ടു -140. ദാറ്റ് ഇംപ്ലൈസ് 11 -3 into -n -3n -3 into -3 into -1 plus 3 equal to -140. This implies 11 plus 3 എന്ന് പറയുന്നത് 14 -3n equal to -140. This implies -3n equal to -140 -14 equal to -154. അപ്പോൾ n equal to -154 by -3 equal to 154 by 3. അപ്പോൾ ഈ ഇവിടെ 154 by 3 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ അല്ല നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ -140 ഈ APയിലെ ഒരു ടേം അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് -140 ഈ APയിലെ ടേംസ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 20th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം ഓഫ് ദി AP 3, 8, 13 എക്സെട്ര 253. ഇവിടെ നമ്മുടെ AP 3, 8, 13 എക്സെട്ര 253 ആണ്. ഇവിടെ നമുക്ക് ലാസ്റ്റിൽ നിന്നുള്ള 20th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റിൽ നിന്നുള്ള nth ടേം കാണാനായിട്ടുള്ള ഫോർമുല ഇതാണ്, an ഈക്വൽ ടു l മൈനസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റിൽ നിന്നുള്ള 20th ടേം കിട്ടും. അപ്പോൾ ഇവിടെ ഈ എൽ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, എൽ ഈക്വൽ ടു 253. അതുപോലെ ഡി എന്ന് പറയുന്നത് 8 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് A20 കണ്ടുപിടിക്കാം. A20 ഈക്വൽ ടു L 253 മൈനസ് n ഈക്വൽ ടു 20 ആണ്. അപ്പോൾ 20 മൈനസ് 1 ഇൻറ്റു ഡി 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 253 മൈനസ് 19 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 253 മൈനസ് 95 equal to 158. A20
ലാസ്റ്റ് ടേമിൽ നിന്നുള്ള 20th ടേം എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്നത് 158 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടേം ഓഫ് ദി AP 84, 80, 76 എക്സെട്ര വിൽ ബി ദ ഫസ്റ്റ് നെഗറ്റീവ് ടേം? നമുക്കിവിടെ ഫസ്റ്റ് നെഗറ്റീവ് ടേം ആയിട്ട് ഈ APയുടെ nth ടേമിനെ എടുക്കാം. അതായത് AP എന്ന് പറയുന്നത് 84, 80, 76 എക്സെട്ര. ഇതിൻ്റെ nth ടേം ആണ് ഫസ്റ്റ് നെഗറ്റീവ് ടേം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പം നമ്മുടെ AN എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ANൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ AN ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ AN എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാം, A + n-1 × D, ദാറ്റ് ഈസ് ലെസ് ദാൻ 0. ഇവിടെ നമുക്ക് ഈ APയിൽ നിന്ന് നോക്കി എഴുതാവുന്നതാണ്. A = 84, D = 80 - 84, ദാറ്റ് ഈസ് = -4. അപ്പോൾ നമുക്ക് ഈ എയുടെ ഡിയുടെയും വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 84 + n-1 × -4 which is less than 0. This implies 84 - 4 × n -4n, -4 × -1 +4 which is less than 0. This implies 84 + 4 88, -4n which is less than 0. This implies 88 which is less than 4n. That implies 4n, we can take 4n here, 4n which is greater than 88. That implies n is greater than 88 by 4, that is equal to 22. n is greater than 22. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 22ൽ മുകളിലാണ്. n 22 അല്ല, 22നെ കഴിഞ്ഞ് മുകളിലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ നെഗറ്റീവ് ടേം എന്ന് പറയുന്നത് 23rd ടേം ആണ് ആദ്യം വരുന്ന ഈ APയിലെ നെഗറ്റീവ് ടേം. അപ്പോൾ 23rd എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഹൗ മെനി ഇൻറ്റിജേഴ്സ് ബിറ്റ്വീൻ 200 ആൻഡ് 500 ആർ ഡിവിസിബിൾ ബൈ 8. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 200നും 500നും ഇടയ്ക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ആ AP എഴുതാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 200നും 500നും ഇടയ്ക്ക് വരുന്ന നമ്പേഴ്സിൻ്റെ ഒരു AP നമുക്കിവിടെ എഴുതാം. അപ്പോൾ 200ന് കഴിഞ്ഞിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നമ്പർ 208 ആണ്. പിന്നെ അടുത്ത 216, പിന്നെ 224 എക്സെട്ര. ഇത് 496 വരെ പോകും. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ APയിൽ n നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ നമ്പേഴ്സ് എല്ലാം 200നും 500നും ഇടയ്ക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് എത്ര ഉണ്ടെന്നാണ്, ഇത് എത്ര ഇൻറ്റിജേഴ്സ് ഇതിലുണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇത് n ഇൻറ്റിജേഴ്സാണ് ഇതിന് ഈ APയിലുള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ n എന്നുള്ള വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. n എത്ര, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ A ഉണ്ട്, ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് 208 ആണ്, D എന്ന് പറയുന്നത് 8 ആണ്, അത് 260 - 208 അത് 8 ആണ്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ലാസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട്, nth ടേം കിട്ടിയിട്ടുണ്ട് 496. നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. AN = A + n-1 × D എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ AN എന്ന് പറയുന്നത് 496. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു A 208 പ്ലസ് ഈ n ആണ് നമുക്കറിയാൻ പാടില്ലാത്തത്, -1 × D 8. നമ്മൾ 208നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 496 - 208 ഈക്വൽ ടു n-1 × 8. അതായത് 288 ഈക്വൽ ടു n-1 × 8. അപ്പോൾ നമുക്ക് n-1 എഴുതാം. n-1 ഈക്വൽ ടു 288 ഡിവൈഡ് ബൈ 8. That is equal to 36. This implies
n equal to 36 plus 1, that is equal to 37. നമുക്ക് ഇതിൽ നിന്ന് കാണാം ഈ എ പിയിൽ 37 ഇൻറ്റീജേഴ്സ് ഉണ്ടായിരിക്കും. അതായത് 200നും 500 ഇടയ്ക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 37 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ സെഷൻ ഇതോടെ കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോസിൽ കൂടുതൽ പ്രീവിയസ് ഇയർ ബോർഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.